ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ ഇതിന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും, എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മൾ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന്. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ്, ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4000 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ആനന്ദ് പറഞ്ഞു പോയത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ പോരാടാനോ അതിനെ തോൽപ്പിക്കാനോ അതിജീവിക്കാനോ കഴിയാതെ ഒടുവിൽ ജീവൻ വെച്ചൊഴിഞ്ഞു പോകുന്നു എന്ന ദൗർഭാഗ്യകരമായ തീരുമാനത്തിലേക്ക് ആനന്ദ് കെ തമ്പി എന്ന RSS പ്രവർത്തകൻ എത്തുന്ന സാഹചര്യമുണ്ടായി. തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും BJP സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിനിടെയുണ്ടായ സംഘർഷം, സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് താൻ ജീവൻ ഒടുക്കുന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി എഴുതി വെച്ചതിന് ശേഷമാണ് ആ മരണം സംഭവിക്കുന്നത്. ദൗർഭാഗ്യകരമായ ഒരു കാര്യം, ആനന്ദ് ഒരു BJP പ്രവർത്തകൻ പോലുമല്ല എന്ന് നേതാക്കൾ തള്ളിപ്പറയുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്നുണ്ടായിരുന്നു. മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്ന് സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യവും അതിന് അനുബന്ധമായി ചില പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും നമ്മൾക്ക് ഇന്ന് കാണേണ്ടി വന്നു. മറ്റൊരു കാര്യം, കണ്ണൂരിലുണ്ടായ BLOയുടെ ആത്മഹത്യയാണ്. ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അദ്ദേഹം മറ്റു പലരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ജോലി സമ്മർദ്ദം അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഈ രണ്ടു കാര്യങ്ങളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ BJPയിൽ നിന്ന്, ശ്രീ റിജിൽ മാക്കുജി കോൺഗ്രസിൽ നിന്ന്, ശ്രീ PK ഗോപൻ CPMൽ നിന്ന്. ആദ്യം ശ്രീ ജയേന്ദ്ര മാസ്റ്ററിലേക്ക്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അങ്ങേക്കെന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ച ഒരാളാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആനന്ദ് പറയുന്ന ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സമ്മർദ്ദമുണ്ടായി എന്ന് പറഞ്ഞ് BJP നേതാക്കളുടെ പേര് എഴുതി വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ശേഷം ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, അദ്ദേഹം ഒരു BJP പ്രവർത്തകനോ RSS പ്രവർത്തകനോ അല്ല എന്ന് BJP തള്ളിപ്പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണത്? ദൗർഭാഗ്യകരമല്ലേ? നോക്കൂ, അദ്ദേഹം എഴുതി വെച്ച കത്തിൻ്റെ പൂർണ്ണരൂപം മാതൃഭൂമി പുറത്തുവിടുമോ? അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ കത്തിൻ്റെ അടർത്തി മാറ്റിയെടുത്ത ഒരു ഭാഗമല്ല. അതിൻ്റെ പൂർണ്ണരൂപം മാതൃഭൂമിയുടെ കൈവശം ഉണ്ടോ? മാതൃഭൂമി പുറത്തുവിടുമോ? എന്റെ കയ്യിലുള്ളത് പൂർണ്ണരൂപമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ മുഴുവനായി ഒരു മിനിറ്റ് അങ്ങനോട് ചോദിച്ചല്ലേ, അതിന്റെ പൂർണ്ണരൂപം ഞങ്ങൾ കൃത്യമായ വാർത്തയിലൂടെ നൽകുകയും ചെയ്തു. മറച്ചു വെച്ചു എന്ന് അങ്ങേക്ക് ആരോപണമുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങേക്ക് പുറത്തുവിടാം. അല്ല, അത് മാതൃഭൂമിക്ക് കിട്ടാഞ്ഞിട്ടാണോ? കാരണം മറ്റു പല മാധ്യമങ്ങളിലും ഓൺലൈനായിട്ടും അല്ലാതെയും അത് ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് ഏതായാലും സമയം കിട്ടുമ്പോൾ ന്യൂസ് എഡിറ്ററോടൊന്ന് അതൊന്ന് ലഭ്യമാകുമോ എന്ന് നോക്കാൻ പറയൂ. ഞാൻ എന്നിട്ട് സംസാരിക്കും. ഇതൊക്കെ വളരെ ബാലിശമായ കാര്യമാണ്. എന്റെ കയ്യിൽ പൂർണ്ണരൂപമില്ല എന്നൊരു തീരുമാനം അങ്ങ് കൈക്കൊള്ളുക. അല്ലല്ല, ഞങ്ങളത് പൂർണ്ണമായി കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുക അതൊരു പ്രയാസമല്ല, അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യലാണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് തുറന്നങ്ങ് പ്രഖ്യാപിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ്. നിങ്ങൾക്ക് മാത്രമാണെന്ന് അറിവ്. ശരി, സമ്മതിച്ചു, പറയൂ. മാധു എന്തിനാ ഇങ്ങനെ സെന്റിമെന്റായിട്ട് എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ചർച്ചയിൽ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അതിന് മാധുവിന് വിയോജിക്കാം, അതല്ലാതെ ലക്ഷ്യമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരാളുടെ ഒരു സഹജീവിയുടെ ആത്മഹത്യ, ഏതൊരു മരണവും വളരെ വേദനാജനകമാണ്. അതനുഭവിക്കുന്ന കുടുംബത്തെ കുത്തി നോവിക്കാൻ ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് മാധു. ഞാൻ ചോദിക്കുന്നത് മാധുവിനോട്, ഈ കാര്യത്തിൽ BJPയുടെ തെറ്റെന്താണ് മാധു? ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയായിരുന്നു പെരുമാറേണ്ടത് എന്നാണ് മാധുവിൻ്റെ അഭിപ്രായം? എന്ത് തെറ്റാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഈ പാർട്ടിക്കകത്ത് മാധു ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുണ്ട്. അവരെല്ലാവരും ധനം, അവരുടെ സമയം, അവരുടെ അധ്വാനം, അവരുടെ സാമ്പത്തികാവസ്ഥ, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അടക്കം അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ഈ രാജ്യത്ത് ഒരധികാരവും ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്.
ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളൊന്നും ഈ പാർട്ടിക്കകത്തേക്ക് മാധു വന്നത് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. അവഗണനയും പുച്ഛവും പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും തൊഴിൽ നിഷേധിക്കലും അടക്കം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചത്. അത്തരം പ്രവർത്തിക്കുമ്പോൾ പോലും നാളെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലെത്തും, തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അവസരം കിട്ടും എന്നൊക്കെയുള്ള അനുഭവങ്ങളായിരുന്നില്ല. അവിടെയും പലപ്പോഴും വ്യക്തിപരമായ നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഫലമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്നെത്തിയ അവസ്ഥ. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ത് തെറ്റാണ് ഇക്കാര്യത്തിൽ BJP അനുവർത്തിച്ചത് എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ തെറ്റ് സമ്മതിക്കാം. ശരി, ഓക്കെ. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഒരുപക്ഷെ ഭാഗ്യം കൂടി ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പദവിയിലൊക്കെ എത്തുന്നത്. അത് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നവരെല്ലാവരും എല്ലാ പാർട്ടിയിലും എല്ലാ പ്രസ്ഥാനത്തിലും എല്ലാ സ്ഥാപനങ്ങളിലും പോലും ഉണ്ടാകും. അതൊക്കെ മനുഷ്യത്വപരമായ മാനുഷികമായ സവിശേഷതകളാണ്. അങ്ങ് ചോദിക്കുന്നു എന്താണ് കുറ്റം എന്ന്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് ലഭ്യമായ ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം ബാറിലെ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ ഇവർ ഈ പാർട്ടി അറിയിച്ചിരുന്നു. അതിനുശേഷം ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഉൾപ്പെടെ ഒരു മണ്ണ് മാഫിയാണ് ഞാനിങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം RSSൽ ഉണ്ടായിരുന്ന ഒരു കാലത്തിന് മുഴുവനും അദ്ദേഹം വഹിച്ച ചുമതലകൾ, കോളേജിൽ, അതിനുശേഷം RSSന്റെ പ്രചാരകനായി കോഴിക്കോട് ജീവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് നിങ്ങൾ ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് തീരുമാനിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി മണ്ണു മാഫിയക്കാരനാണ് എന്നുവരെ പറയുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ ഉള്ള തീരുമാനം എടുത്തു എന്നുള്ളത് മാത്രമല്ല, അത് അങ്ങനെ അദ്ദേഹം തഴയപ്പെട്ടതിന് കാരണം നിങ്ങളുടെ ഈ താല്പര്യമാണ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു മാഫിയ പ്രവർത്തകനാണ് എന്നത് കൂടി പറഞ്ഞു പോവുകയാണ്. എവിടെയാണ്? ഒരു ആത്മഹത്യാക്കുറിപ്പിലാണ്. മാധു, താങ്കൾ ഈ വായിച്ചതിൽ ഒരിടത്തും അദ്ദേഹം BJPയുടെ പ്രവർത്തകൻ എന്ന് താങ്കൾ വായിച്ചിട്ടില്ല. അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായി എൻ്റെ വീടിന് ഞാൻ ഉൾപ്പെടുന്നതിന് തൊട്ടടുത്തുള്ള കുന്നമംഗലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം മറ്റ് നിരവധി ചുമതലകൾ വഹിച്ചു എന്നും പറയുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാനം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പുകൾ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു പ്രോസസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പ്രോസസ്സിൽ ഒരാളുടെ പേരുകൾ മാത്രമായിട്ടല്ല BJP ശേഖരിച്ചിട്ടുള്ളത്. അതിന് എണ്ണമൊക്കെ വെളിപ്പെടുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ തരത്തിൽ ഏതെങ്കിലും ഒരു നാമധേയം അദ്ദേഹത്തിൻ്റെതായി വന്നതായിട്ട് തിരുവനന്തപുരത്തെയോ കേരള സംസ്ഥാനത്തിൻ്റെയോ സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ എത്തിയിട്ടില്ല. 5 പേരടങ്ങിയ ലിസ്റ്റുകൾ അത് പിന്നീട് 3ആക്കി ചുരുക്കാൻ മണ്ഡലങ്ങളിൽ, ഏതൊരു പാർട്ടിക്കും സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്റെ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം അദ്ദേഹം സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നിരാശയോ അല്ലെങ്കിൽ മറ്റൊന്നുണ്ടാകും. ഒരു പാർട്ടിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ തീരുമാനിച്ചത് മുതലുള്ള സമ്മർദ്ദത്തെ പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ എന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതായിരുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പുണ്ട്. അങ്ങ് എനിക്ക് അയച്ച മറ്റൊരു ഓൺലൈൻ്റെ ഭാഗമായി അങ്ങേക്ക് താല്പര്യമുള്ള ആ ശകലം ഞാൻ വായിച്ചു. അതെന്റെ പക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഭാഗികമായി ഉള്ളതല്ല. അങ്ങനെ അമിത ആത്മവിശ്വാസപ്പെടേണ്ടതില്ല എന്ന് ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറയുന്നു. ബാക്കിയൂടെ ഞാൻ അയക്കുന്നുണ്ട് മാധു, ബാക്കിയും കൂടെ ഞാൻ അയക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? അല്ല, മറ്റേതോ ഒരു മാധ്യമ സ്ഥാപനം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിനപ്പുറത്തേക്ക് എന്റെ കയ്യിൽ ആധികാരികമായ വിവരമോ കുറിപ്പോ ഇല്ല എന്ന് അങ്ങ് എങ്ങനെയാണ് അങ്ങനെ ആത്മവിശ്വാസപ്പെടുന്നത്? എങ്ങനെയാണ് അങ്ങ് ഇത്ര വില കുറച്ചാണ് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയെ കാണുന്നത്? മാധു, അങ്ങനെ അല്ല ഞാൻ താങ്കളോട് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണ രൂപം ലഭ്യമാകുമല്ലോ പോലീസിന്. മാധുവും ഞാനുമല്ലല്ലോ വിധി പറയേണ്ടത്, കേരളത്തിലെ പോലീസല്ലേ. ആ പോലീസിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത പാർട്ടിയല്ലേ ഞങ്ങളുടേത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പോലീസിൻ്റെ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവിടെ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ മാധുവോട് ചോദിച്ചത്. അംഗീകരിക്കാതിരിക്കാനൊന്നും കഴിയുകയുമില്ലല്ലോ. അതൊരു ഔദാര്യം എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല എന്ന് തോന്നുന്നു.
അല്ല, ഒരൗദാര്യമില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എതിർക്കുന്നവരും രാഷ്ട്രീയമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുന്നവരും അത് തള്ളിക്കളയുന്നവരൊക്കെ ഇല്ലേ മാധു? നമ്മുടെ കൊച്ചു കേരളത്തിൽ കേരളത്തിൽ ആദ്യത്തെ ചർച്ചയ്ക്കൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ തിരുവനന്തപുരം അല്ല ഇവിടെ പോലീസ് സ്റ്റേഷൻ BJP അന്വേഷണത്തിൽ ഈ അന്വേഷണത്തിൽ BJP അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയുടെ മാനദണ്ഡങ്ങൾ ഈ ഞാൻ ഉന്നയിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചു എന്ന നിലയ്ക്ക് അല്ല എന്ന നിലയ്ക്ക് പരിഗണിച്ചതിന് മറുപടി പറയാൻ നിന്നാൽ ഞാൻ ചോദിച്ച കാര്യത്തിലേക്ക് അങ്ങേക്ക് വരാൻ കഴിയില്ല. ഞാൻ തുടർച്ചയായി ചോദിക്കുന്നത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. BJP-കാരനാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണം നടന്ന അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടു മുന്നിൽ BJPയുടെ തൃക്കണ്ണാപുരം കമ്മിറ്റിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങളുടെ പാർട്ടി തന്നെ തള്ളി പറഞ്ഞ BJP പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ BJP നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് മരിച്ചുപോയ ഒരാളുടെ വീടിന് മുന്നിൽ എന്തിനാണ് BJPയുടെ ഒരു കമ്മിറ്റി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത്? അല്ല, അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയോട് ചോദിച്ചിട്ടാണോ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ അനുവാദം കിട്ടുക? പാർട്ടിയോട് ചോദിച്ചായിരുന്നു. അതിപ്പോ എല്ലായിടത്തും ഒരു പരമാവധി ആളുകൾ എത്തുന്ന സ്ഥലത്ത് മാധു ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. ഞാൻ ഉത്തരം പറയുമ്പോൾ മാധുവിൽ നിന്നും തിരിച്ച് ഞാനത് പ്രതീക്ഷിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ എന്നിട്ട് പറഞ്ഞോളാം. ഞാൻ ഇപ്പോഴും മാധുവോട് ചോദിക്കുന്നത്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ രീതിയിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിന് അനീതി കണ്ടെത്തിയെന്ന അഭിപ്രായമുണ്ടോ? ഈ രീതിയേക്കാൾ മികച്ചൊരു രീതി ഉണ്ട് എന്ന് മാധുവിന് BJP ഉപദേശിക്കാനുണ്ടോ? ഈ അന്വേഷണത്തെ BJP എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ പോയോ? ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഏതെങ്കിലും BJPയുടെ നേതാവ് ഇന്നത്തെ പത്രപ്രസ്താവനയിൽ ഉൾപ്പെടെ ഞങ്ങൾ അനുശോചിക്കാതെയും അതിനോട് ഐക്യപ്പെടാതെയും ഇരുന്നിട്ടുണ്ടോ? കേരളത്തിൽ സമാനമായ നിരവധി സംഭവങ്ങളുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇതുമായി താരതമ്യപ്പെടുത്തുന്നില്ല മാധു. ഇതിൽ BJPയുടെ തെറ്റുകുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ BJPയുടെ നേതാക്കന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്കതിൽ ഒരു എതിർപ്പുമില്ലെന്നേ. അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് എന്നോട് ചോദിക്കുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഞാൻ ഉന്നയിക്കാത്ത കാര്യമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ഇതിലും മികച്ച എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അത് ഉപദേശിക്കാൻ ഞാൻ ആളല്ല, എൻ്റെ കാര്യവുമില്ല, എനിക്കൊട്ട് താല്പര്യവുമില്ല. മൂന്നാമത്തെ കാര്യം, ഈ കുടുംബത്തോട് ഐക്യപ്പെട്ടില്ലേ? അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇക്കാലം അത്രയും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് തള്ളി പറഞ്ഞിട്ടുള്ള ഐക്യപ്പെടൽ നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും ഒക്കെ എന്നുള്ളതാണ്. നിങ്ങളുടെ നേതാക്കളുടെ ഈ വാർഡിൽ അവിടുത്തെ തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാക്കളുടെ പേര് എണ്ണി പറഞ്ഞുകൊണ്ട് സംസാരിക്കില്ല എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങ് പറയുന്നത് വരെയും ഞാൻ കാത്തിരുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ആളുകളുടെ പേര് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുശേഷമുള്ള സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ രണ്ടു കാര്യങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അവിടെ മണ്ണ് മാഫിയക്കാരനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാക്കൾ അദ്ദേഹത്തിന് യാതൊരു പരിചയവുമില്ല, അദ്ദേഹം BJP-കാരനല്ല എന്നടക്കം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മാതൃഭൂമിയോട് ചോദിച്ചിട്ടാണോ ഫ്ലെക്സ് ബോർഡ് വെച്ചതെന്ന്? സ്വാഭാവികമായും BJPയുടെ അവിടുത്തെ ഒരു പ്രാദേശിക കമ്മിറ്റി ഫ്ലെക്സ് ബോർഡ് വെക്കണമെങ്കിൽ ഒരു പാർട്ടി വിരുദ്ധനെ പാർട്ടി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ ഞാനൊരു RSSകാരനായിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച ഒരാൾക്ക് അനുഭാവം അർപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കണമെങ്കിൽ മാതൃഭൂമിയോട് ചോദിക്കണ്ട, മിനിമം പാർട്ടിയോട് ചോദിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരേ സമയത്ത് മാധു പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് ഐക്യപ്പെടുന്നില്ല എന്ന്. നോക്കൂ, അദ്ദേഹം സംഘത്തിൻ്റെ ചുമതല വഹിച്ച വിവിധ കാര്യങ്ങളിൽ ചുമതല വഹിച്ച ആളാണ്. അതിൽ BJP നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി അദ്ദേഹം മറ്റു പല സമീപനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ വിരോധമില്ല. പിന്നെ മണ്ണു മാഫിയക്കാരനാണോ രാജ്യദ്രോഹിയാണോ എന്നൊക്കെ നമ്മ രാജ്യത്ത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇനി ആരുടെയെങ്കിലും കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം രാജ്യത്തെ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് ഞങ്ങൾക്കൊരു വിദ്വേഷവും വിഷമവും ഇല്ല മാധു. ഇതല്ലാതെ അത് കേവലം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് അദ്ദേഹം മണ്ണു മാഫിയക്കാരനാണോ? രാഷ്ട്രീയകാരികളല്ല ആരോപണം ഉന്നയിച്ചത്. അങ്ങ് എന്നോടാണ് ചോദിച്ചത്. അങ്ങ് നേരത്തെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന്. ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണമാണെന്ന്. അല്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇന്നലെ വരെ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ്, ഇന്നലെ വരെ RSSന്റെ ഭാഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തിയ നിറവേറ്റിയ എല്ലാ ചുമതലകളും ഈ ആത്മഹത്യാക്കുറിപ്പിൽ എണ്ണി പറയുന്നുണ്ട്. ഞങ്ങളല്ല ഉന്നയിച്ചത്, മാധ്യമങ്ങളല്ല ഉന്നയിച്ചത്, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചതല്ല. ഈ കാര്യങ്ങൾ
ഐക്യപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മാഷ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഐക്യപ്പെടുകയും അതേസമയം തള്ളി പറയുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, അതേ സമയത്ത് അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, മാനസിക വിഭ്രാന്തിയാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ട് കൊടുക്കുക, നന്നായിരിക്കും. അഭിപ്രായം ഞാൻ അവരെ അറിയിക്കാം മാധു. ഏതായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, പുറത്തു വന്ന ആരോപണങ്ങൾ സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതിൽ ആരോപണത്തിൽ സത്യസന്ധമാണെങ്കിൽ അത് അന്വേഷിക്കാനല്ലേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടക്കുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ. ശരി, ഓക്കെ. അതല്ല, ഇതൊക്കെ തെറ്റാണ്, കളവാണ് എന്ന് തെളിഞ്ഞാൽ ഒരു ചർച്ച മാത്രമേ സംഘടിപ്പിക്കുമായി. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ വായിലൂടെ ഞാനിത് ആവർത്തിച്ചൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. ഓക്കെ, ശരി ശരി. അല്ല, ഈ ഇതിനു മുൻപ് ആത്മഹത്യ ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ തന്നെ നടന്നിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് MS കുമാർ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു. അങ്ങനെ അന്വേഷിക്കാം. അതിനു മുൻപ് RSS കേന്ദ്രവുമായി ബന്ധപ്പെട്ട അനന്തു എന്നൊരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഒരു മനുഷ്യനും ഒരു ജീവിതത്തിൽ RSSകാരനായി പോകരുത് എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. അതിൽ അന്വേഷിക്കാം, കൂട്ടത്തിൽ ഇതും അന്വേഷിക്കാം. എല്ലാം അന്വേഷിക്കും. എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയും ചെയ്യൂ പ്രിയപ്പെട്ട ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ PK ഗോപൻ, ഒരു എല്ലാ അന്വേഷണത്തെയും BJP സ്വാഗതം ചെയ്യുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയോ അന്വേഷണത്തിനെതിരെ നീങ്ങുകയോ ചെയ്യില്ല. എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. അത് അന്വേഷിക്കാനല്ലേ പോലീസ് സംവിധാനം എന്നുള്ളതാണ് ഈ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത്. ശ്രീമതി മാധു, അന്വേഷണവും വസ്തുതകൾ കണ്ടെത്തലുമൊക്കെ രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണോ, പ്രേരിതമാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? നേരത്തെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സജീവ ചാനൽ ചർച്ചകനും നേരത്തെ BJPയുടെ ചാനൽ പ്രഭാഷകനുമായിരുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ ചെറുതായി മഹാത്മാഗാന്ധിയെ ഞങ്ങളൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം BJPയുടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവരുടെ പാനൽ തയ്യാറാക്കുന്നതിലോ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമോ 5 പേരുടെ ലിസ്റ്റോ 3 പേരുടെ ലിസ്റ്റോ ഒരാളിലേക്ക് എത്തുക, അതെല്ലാം BJPയുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അവരത് നന്നായി ചെയ്യട്ടെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഓരോ പാർട്ടിക്കും ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഇവിടെ ശ്രീമതി മാധു തന്നെ ഉന്നയിച്ച ഒരു പ്രശ്നമാണ് കേരളീയ സമൂഹം ഉറ്റുനോക്കുന്നത്. ശ്രീ ആനന്ദ് K തമ്പിയെ അവർ പലവട്ടം തള്ളി പറഞ്ഞു. ഒരു സെറ്റ് പറഞ്ഞു BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. മറ്റൊരാൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ക്രൂരമായ ഒരു കാര്യമായിപ്പോയി. ആനന്ദ് തമ്പിക്ക് ജീവനില്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, ബോഡിയും ഇല്ലാതായി. ഈ ലോകത്ത് നിന്നും ആ ബോധം എന്നേക്കുമായി മറഞ്ഞു. പക്ഷേ ആ മനസ്സും ശരീരവും ജീവിതവും പങ്കിട്ട കുറച്ച് ആളുകൾ ആ കുടുംബത്തിനകത്തുണ്ട്. അവരെ വിഷമിപ്പിക്കും വിധം, അവരുടെ മുറിവിൽ ഒന്നാന്തരം എരിവാരി തേക്കുന്ന വിധത്തിൽ അവരെ ആക്ഷേപിച്ചത് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണ്, അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. മാനസിക വിഭ്രാന്തിയുള്ള ഒരാളിൻ്റെ കത്താണോ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്? ആ കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ജന്മമാണ് എൻ്റെ കുറ്റമെന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ചാർത്തി കൊടുത്തിട്ട് ആത്മഹത്യയെ അഭയം പ്രാപിച്ച രോഹിത് മുല എന്നൊരു യുവാവുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അയാൾ ജാതിയുടെ പീഡനത്തിലും ജാതി പ്രശ്നത്തിലുമാണ് അന്തരിച്ചതെങ്കിൽ അതിലൊന്നും ഒരു തരി പോലും മാറി നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ BJP. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടീച്ചറിലൂടെ നമ്മളത് പുറത്തു വന്നു. BJPയുടെ പല നേതാക്കളുടെ പുറത്തു വരുന്നു. അങ്ങനെയുള്ള ജാതി സമൂഹത്തിൽ ജീവിക്കുന്നത് പോലും പ്രയാസകരമായി ഒരു പാർലമെൻറ്റ് മെമ്പർ പറയുകയാണ്, എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് തന്നെ ജനിക്കണം. ഇത്തരം ജാതി ബോധങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സെറ്റാണല്ലോ BJP. അതുപോലെ കുലസ്ത്രീകൾ, കുടുംബസ്ത്രീകൾ, കുടുംബമഹിമ, ഇതെല്ലാം അവരുടെ വാക്കുകളിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ ഇപ്പോൾ അവരെ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിട്ട് ചിത്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? BJPയുടെ പ്രവർത്തക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിട്ടു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു സംഘടന, നിങ്ങൾക്ക് തന്നെ യോജിക്കാവുന്ന മറ്റൊരു ഹിന്ദു തീവ്ര സംഘടനയിലേക്ക് അദ്ദേഹം ചേക്കേറി. അങ്ങനെ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പരിശ്രമിച്ചപ്പോൾ BJPയുടെ വോട്ടിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 16-17 വയസ്സ് മുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, അതും പിന്നെ MG കോളേജിൽ, BJPക്ക് RSSന് നല്ല വേരോട്ടമുള്ള ഒരു കോളേജിൽ 10-16 വയസ്സുള്ളപ്പോൾ UUC ആയിട്ട് മത്സരിക്കുക. അതുപോലെ നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് അദ്ദേഹത്തെ RSSൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുക. അവിടെ പോയി
സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം നടത്തി തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കേഡറായിട്ട് നിലനിൽക്കുന്ന ആളിന് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായാൽ നിങ്ങൾക്ക് ദോഷം വരുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആരോപിക്കുന്ന മണ്ണ് മാഫിയ സെറ്റിൽപ്പെട്ട 3 BJP പ്രവർത്തകർ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചപ്പോഴാണ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാനസിക വിഭ്രാന്തിയിലേക്ക് അദ്ദേഹം എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്ത് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. വളരെ കൃത്യമായി ആ കത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ എൻ്റെ ഇപ്പോഴത്തെ സഹപാനലിസ്റ്റ് ബഹുമാന്യ ജയചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള സകല BJP പ്രവർത്തകരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSS പ്രവർത്തകനായിരുന്നു, BJP പ്രവർത്തകനായിരുന്നു എന്നത് കേരളീയ സമൂഹത്തിൽ RSSനോട് ചേർന്ന് നിൽക്കുന്ന ആരോപണമാണ്. ഞാൻ ഈ ഫ്ലെക്സ് ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് വളരെ ഡയറക്റ്റായി ചോദിക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മാധുവല്ലേ പറഞ്ഞത് ഞങ്ങൾ ഐക്യപ്പെട്ടില്ല എന്നുള്ളത് എന്ന്. ഒരു വിഭാഗം ഐക്യപ്പെടുകയാണ്. അവിടെ ഈ തൃക്കണ്ണാപുരം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ഫ്ലെക്സ് ബോർഡ് വരുന്നു. ഇത് കരമന ജയൻ അടക്കമുള്ള BJPയുടെ നേതാക്കൾ അവിടെ പോകുന്നു, അവിടെ സന്ദർശിക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നു. എന്നിട്ട് അവിടെ വരുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം യഥാർത്ഥത്തിൽ ആ വീടിന്റെ പരിസരത്തേക്കോ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല. ആരുടെയെങ്കിലും പ്രതികരണം തേടാൻ കഴിയുന്നില്ല. ഒരു വളരെ താൻപോരിമയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കാരണം പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരോ ബന്ധുക്കളോ മറ്റുള്ളവരോ ആരെങ്കിലും തുറന്നെന്തെങ്കിലും പറയും. കാരണം ഈ നിലയ്ക്കാണല്ലോ പ്രതികരിക്കുന്നത്. മരിച്ചുപോയ ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രതികരണം അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്നതായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും അവിടെ വരരുത് എന്ന് വിചാരിച്ച് ഒരു കേഡർ കൃത്യമായി അവിടെ ഈ പറയുന്ന ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. മറ്റൊരു വിഭാഗം കൃത്യമായി തള്ളിപ്പറയുകയും അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. അതൊരു ദ്വിമുഖതന്ത്രമാണ്. അല്ല, അവിടെ ആ കുടുംബ സാഹചര്യത്തിൽ അത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, മാധ്യമപ്രവർത്തകരെ അടുപ്പിക്കുന്നില്ല എങ്കിൽ മാധ്യമലോകം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മറ്റ് രാഷ്ട്രീയക്കാരാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതിരിക്കട്ടെ, മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ കേരളത്തിൽ ഇത് വടക്കേന്ത്യയൊന്നും അല്ലല്ലോ, UP അല്ല, ബീഹാർ അല്ല, മധ്യപ്രദേശല്ല. കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലവും മാധ്യമപ്രവർത്തകർ അധികാര കേന്ദ്രത്തെ ഗുരുതരമായി വിമർശിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അല്ല, ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസമൊന്നും ഞങ്ങൾക്ക് നിലവിൽ അവശേഷിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയ തന്ത്രത്തെ കുറിച്ചാണ് ശ്രീ PK ഗോപൻ. അല്ല, അത് നമുക്ക് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശിപ്പിക്കുന്നതിന് RSS തടസ്സമായി നിൽക്കുന്നു എന്നൊരാക്ഷേപം ചെറിയൊരാക്ഷേപമല്ല. രണ്ടാമത്തെ പ്രശ്നം, അവിടെ 2 ഘട്ടം ശ്രീമതി മാധു സൂചിപ്പിച്ച 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഒരു വിഭാഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നു. ആ വിഭാഗമാണ് ഇദ്ദേഹം അവിടെ മത്സരിച്ചാൽ BJPയുടെ വോട്ട് കുറച്ച് ആനന്ദ് K തമ്പിക്ക് വേണ്ടി പ്രവർത്തിക്കാനിരുന്നവർ. അവരവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അവരാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. മറ്റേ വിഭാഗമാണ് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണ്. ഇപ്പോൾ BJP പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിരുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത് എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ആനന്ദ് K തമ്പി അവിടെ മണ്ണ് മാഫിയ, അത് ഞങ്ങൾ ഉന്നയിക്കുന്ന വാക്കല്ല, ഞാൻ സിംഗിൾ ഇൻവെർട്ടർ കോമേ പറയുകയാണ്, മണ്ണ് മാഫിയ എന്ന് ആക്ഷേപിച്ചവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്നത്. ഇത് അദ്ദേഹത്തിൽ ആനന്ദ് K തമ്പി നിൽക്കുകയാണോ? ഇന്നിതാ വൈകുന്നേരം ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിച്ചു. അവളെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവൾ സ്ഥാനാർത്ഥിയല്ല, അതല്ല വിഷയം. ആ പെൺകുട്ടി പറഞ്ഞത് അങ്ങനല്ല. ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതല്ല, ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നതിനെതിരായി എൻ്റെ മോറൽ സൈഡ് ചോദ്യം ചെയ്തുകൊണ്ട് BJP ക്യാമ്പയിൻ ആരംഭിച്ചു. അതൊരു പെൺകുട്ടി എങ്ങനെ സഹിക്കും? ഇവരെങ്ങനെയൊക്കെ ഈ മോറൽ സൈഡിന് ചാർട്ട് വരച്ചിട്ട് കൊടുക്കുന്നത്? ഓരോരുത്തർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരെങ്ങനെയാണ് മനുഷ്യരുമായി പെരുമാറേണ്ടത്, അവരുടെ സ്വകാര്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇവരെന്തിനാ തീരുമാനിക്കുന്നേ? അത് പെൺകുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ആൺകുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ ആക്കാത്തതിൻ്റെ കാരണമായി അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. ആ പെൺകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വിശദീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ. അത് മാത്രമാണോ? അതിൻ്റെ തൊട്ടടുത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം തിരുമല അനിൽ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്? 90% അദ്ദേഹം സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ 90% ലോണും എടുത്തുകൊണ്ട് പോയത് BJP പ്രവർത്തകർ. അവസാനം തിരിച്ചടവിൻ്റെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. അങ്ങനെ കൈവിട്ട സാഹചര്യത്തിൽ അദ്ദേഹം BJP നേതൃത്വത്തോട് കേണപേക്ഷിച്ചു എന്നെ രക്ഷിക്കാൻ. അവരെല്ലാവരും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് ഈ തൃക്കണ്ണാപുരത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു സ്ഥലത്താണ്.
നിങ്ങൾ എത്ര പേരെ കുരുതി കൊടുത്തിട്ടായി കേരളത്തിൽ ജയിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിക്ക് എന്റെ ബഹുമാന്യ സുഹൃത്തെ. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടായിരിക്കാം ഒരു തരത്തിലും ആ പാപബോധം ഏറ്റെടുക്കാൻ പാർട്ടിയില്ല എന്നൊരു നിലപാട് BJP സ്വീകരിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തത് പ്രാദേശികമായ വിരുദ്ധത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം. ശ്രീ റിജു മാക്കുറ്റി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ജീവനുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് BJPയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, മറ്റൊരു സ്ത്രീ നേരത്തെ പറഞ്ഞതുപോലെ അവർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. അവർ പറഞ്ഞത് ഇനി ഞാൻ ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യാപകമായി പ്രാദേശികമായ നേതാക്കൾ വലിയ പ്രചാരണം നടത്തി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരത്തരം ഒരിക്കലും പാടില്ലാത്തതാണ് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. ഇവിടെയും ഉണ്ടാകുന്നത്, ഈ ആനന്ദിന്റെ കാര്യത്തിലും ഉണ്ടാകുന്നത്, അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? ശ്രീമതി മാധു, ഇപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന എന്താണെന്ന് അത് പ്രവർത്തിച്ച് പ്രചാരകനായി അതിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെ കടന്നു വന്ന ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പറയുന്ന കാര്യം തന്നെ, ഇതൊരു നിഗൂഢ സംഘടനയാണ്, ഇതൊരു ഭീകരവാദ സംഘടനയാണ്, ഇതിനകത്ത് നടക്കുന്നത് ആർക്കും അറിയില്ല. പക്ഷേ അതിൽ മാഫിയ സംഘങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങളും വിദ്വേഷവും വമിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് അതിനകത്ത് പ്രവർത്തിച്ച ആളുകൾ പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഈ നാടോട് പറയുന്നത്. ഈ അടുത്തൊക്കെ തന്നെ RSSനെതിരായിട്ട് വന്നിട്ടുള്ള വിമർശനം അതൊക്കെ തന്നെ അതിനകത്ത് പ്രവർത്തിച്ച് അതിൻ്റെ കേഡർമാരായി നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ RSSനെതിരായിട്ട് പറയുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി പിന്നെ മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിച്ച ആളെന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ RSS ഒരിക്കലും ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന RSSകാരനെയും അവരെ നന്മയെ ന്യായീകരിക്കുന്നില്ല. കാരണം ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അത്രയേറെ വിദ്വേഷവും വെറുപ്പും വമിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് നന്മയും തിന്മയും ഞാൻ പറയാറില്ല. പക്ഷേ അയാൾ അവിടെ സ്ഥാനാർത്ഥിയായില്ല എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥി പിന്നെ ആകാതിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കിട്ടാതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യയെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനകത്ത് തന്നെ ഒരു വനിതാ പിന്നെ പ്രവർത്തക അവർ പറയുന്നത്, നിങ്ങളിവിടെ പറഞ്ഞു, അവരുടെ ചാരിത്രത്തെയും അവരുടെ പിന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വളരെ മോശമായ രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സ്വന്തം ഈ സംഘടനയ്ക്ക് വേണ്ടി വെറുപ്പും അതോടെ വിദ്വേഷവും എല്ലാം വമിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾ, അതിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരായി കടന്നു വന്ന ആളുകൾ ആ സഹപ്രവർത്തകൻ മരിച്ചപ്പോൾ അത് പിന്നെ ഉല്ലസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ്. മാനസിക വിഭ്രാന്തിയാണെന്ന് പറയുന്നു. ഇതാണ് ഇവരുടെ നിലപാട്. കാരണം ഈ സംഘടന എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആനന്ദിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നിഗൂഢ ഭീകരവാദ സംഘടനയാണ്, നിങ്ങൾ അതിനകത്ത് പോയാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ കരുതലോടുകൂടിയാണ് പുതിയ സമൂഹം RSSന്റെ ആശയത്തിലേക്ക് പോകാൻ വെമ്പുന്നവർ ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കാണ് ഈ പറയുന്ന ആനന്ദിൻ്റെ പിന്നെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം. മാഫിയ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ, കൊട്ടേഷ സംഘങ്ങൾ, ഇതിനൊക്കെ പോറ്റി വളർത്തുകയാണ് പല മേഖലകളിലും. ഇവർക്ക് ഇവരുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റാളുകൾക്ക് പോകാൻ പറ്റാത്ത നിഗൂഢ കേന്ദ്രങ്ങൾ പല മേഖലകളിലും ഉണ്ട്. നമുക്ക് എല്ലാവരും അറിയാം. അവിടെ RSS എന്താണെന്നും RSSന്റെ പ്രവർത്തനം എന്താണെന്നും ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളിന്ന് മരിച്ച ആ സ്ഥലത്ത് പോയപ്പോൾ പോലും അപ്രഖ്യാപിതമായ വിലക്കാണ് മാധ്യമങ്ങൾക്ക്. അവിടെ ആര് കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ RSSന്റെ ആളുകളാണ്. പക്ഷെ അവിടെയുള്ള ഈ പറയുന്ന ആനന്ദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും അതിന്റെ കൃത്യമായി അയാൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. മാഫിയ സംഘങ്ങളെയാണോ അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള മണ്ണ് മാഫിയാണോ ഇവർ പോറ്റി വളർത്തുന്നത്? അത്തരം ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ഇടം എന്നുള്ള രൂപത്തിലേക്ക് അതിൻ്റെ കാര്യകർത്താവായി പ്രത്യേകിച്ച് പല മേഖലകളിലും പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. RSS എന്ന് പറയുമ്പോൾ ജനിച്ച നാട്ടിലല്ല, അവർക്ക് ഓരോ സ്ഥലത്തെ കൊടുക്കുകയാണ്, ഓരോ ഏരിയയാണ് അവർ തീരുമാനിക്കുക. അവിടെ വന്ന് ഇവരുടെ ഈ ശാഖാപ്രവർത്തനം നടത്തി ആളുകളാണ് ഈ ആളെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളാരും പറയുന്നില്ല. അതിന്റെ തെളിവുകൾ വോയിസ് റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഈ നാടിനോട് പറയുമ്പോൾ കോഴിക്കോട് കുന്നമംഗലത്തടക്കം പോയി ജോലി ചെയ്ത് തിരിച്ച് വന്ന് RSSന്റെ പ്രചാരകമായി കോഴിക്കോട് പോയി പ്രവർത്തിച്ച് തിരികെ വന്ന് പിന്നെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. അപ്പോൾ സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യം, RSSന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ആഗ്രഹമില്ല എന്നുള്ളതാണ്. നേരത്തെ അഭിമാനബോധത്തോടു കൂടി ജയേന്ദ്ര മാസ്റ്ററും ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ ആളുകളാണ് ഇപ്പോൾ ഈ എന്തെങ്കിലും തരത്തിൽ അവർക്ക് നേരിട്ട സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്ഥാനമാനവുമായി ബന്ധപ്പെട്ടുള്ള
പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്ത്. ഒന്നുകിൽ ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കാര്യമാണ് എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കാര്യമല്ല എന്ന് പറയണം. ശ്രീമതി മാധു, ഈ RSS ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ ആദ്യത്തെ ഇവരുടെ ട്രെയിനിങ് എവിടെയാണ്? RSSലാണ്. അവിടുന്ന് ട്രെയിനിങ് കിട്ടി അവർ ഓരോ മേഖലകൾ BJP അതോടൊപ്പം തന്നെ ഇവരുടെ പല നൂറോളം എനിക്ക് തോന്നുന്നു സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ. അയാൾ മാഷ് തന്നെ. അദ്ദേഹം വളരെ കൃത്യമായി RSSന്റെ പ്രചാരകനായി ഇതിൻ്റെ എല്ലാ ശാഖാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അതിനകത്ത് പരിശീലനം ലഭിച്ചിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് RSS റിക്രൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്ന ആളുകളാണ് ഇവരെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. ഒരു സുപ്രഭാതത്തിൽ BJP ആവില്ലല്ലോ. BJP ആകണമെങ്കിൽ RSSന്റെ ട്രെയിനിങ്ങും അവരുടെ ക്യാമ്പുകളും അവരുടെ മറ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവിടെ ട്രെയിനിങ് കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ BJP ആയും മറ്റ് സംഘടനകളായി മാറുന്നത്. അപ്പോൾ RSS എന്ന് പറയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ഇതില്ല. അതിനകത്ത് നിൽക്കുന്ന ചില ആളുകൾ അതിനകത്ത് നിൽക്കും. അങ്ങനെ നിന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തി നമ്മൾ കണ്ടതല്ലേ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനെ നടക്കുന്നുവെന്ന് അതിനകത്ത് പ്രവർത്തിച്ച് പരിണതപ്രജ്ഞരായി നിന്ന് പുറത്തു വന്നവർ ആത്മഹത്യയിലൂടെ ഈ നാടിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അത് ഗൗരവതരമാണ്. എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരായ ആളുകൾ നിങ്ങൾ പോകുന്നത്, നിങ്ങൾ പ്ലാവില കാണിച്ച് ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ RSSന്റെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജീവനാണ് അപകടത്തിലാവുക എന്ന് പുതിയ തലമുറയിൽപ്പെട്ട ഇതിനകത്ത് വല്ലാതെ വെമ്പൽ കൊണ്ടുകൊണ്ട് RSS ആയിക്കഴിഞ്ഞാൽ വല്ല അഭിമാനം തോന്നുന്ന ആളുകൾ ചിന്തിക്കുന്ന നന്നായിരിക്കും ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആത്മഹത്യാ കുറിപ്പെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ TP ശ്രീപുത, ഈ രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ അനന്തുവിൻ്റെതാണെങ്കിലും ആനന്ദിൻ്റെതാണെങ്കിലും രണ്ട് ആത്മഹത്യാ കുറിപ്പുകളുടെ അവസാനത്തെ വരികൾക്ക് ഏറെ സാമ്യമുണ്ടാവുകയാണ് ചെയ്തത്. അതായത് RSSൽ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ RSSന്റെ ഭാഗമായി നിന്നത് വലിയ തെറ്റാണെന്ന് തിരിച്ചറിയുന്നു. അനന്ത് എഴുതിയത് ഇനി ആരും അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കരുത് എന്നാണ്. ആനന്ദ് പറയുന്നത് ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഗതിയും ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന നേരിൻ്റെ വരി പോവുകയാണെങ്കിൽ അവർക്ക് മരണമായിരിക്കും അഭയം എന്ന തരത്തിലുണ്ടാകുന്ന ഒരു ഭീകരാന്തരീക്ഷം ഉണ്ട് എന്ന് ആ പ്രസ്ഥാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ വിളിച്ചു പറയുകയാണ്. എത്ര തവണയാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അവരെ അന്യവൽക്കരിച്ച് അതിൽ നിന്ന് മാറ്റി നിർത്താനും പ്രതിരോധിക്കാനും കഴിയും? മാധു, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ രണ്ട് എന്താ പറയുക, വാസവദത്തയുടെ മനോഹരമായ പെർഫോമൻസാണ് നമ്മൾ കേട്ടത്. ഒരാൾ പറയുന്നു, മണ്ണുമാന്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ, അല്ല സർ, ലഹരിക്കടത്തിൽ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് FIR ഉള്ള ആളെ ഇന്ന് സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്തെങ്കിലും ലജ്ജ നിങ്ങൾക്ക് തോന്നിയോ? സർ, ആന്തൂറിലൊരു വ്യവസായി ആത്മഹത്യ ചെയ്തിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തണോ കണക്കുകളുടെ പട്ടിക? ഈ പ്രസംഗം നടത്തുന്ന നിങ്ങളോട് ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ സർ, ഇദ്ദേഹം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മളെ വിട്ടുപോയ മനുഷ്യൻ്റെ അവിടെ CPMനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജിൽ എന്നൊരാളുടെ പ്രസ്താവന എൻ്റെ സുഹൃത്തൊന്ന് ആവർത്തിക്കുമോ? ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. ഞാനിതൊന്നും ഇവിടെ പറയരുതെന്ന് കരുതിയതാണ് സർ. ഞാനിവിടെ പറയുന്നത് തൃക്കണ്ണാപുരത്തിലെ CPMന് നിങ്ങൾ നിയോഗിച്ച, നിങ്ങളുടെ പാർട്ടിയിൽ ഇന്നും പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി അജിൽ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് സാർ അതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങളോട് ഇരുകൂട്ടോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈർവാണ പ്രസംഗങ്ങളൊന്നും നിങ്ങൾക്ക് സ്വയം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊരാൾ പറയുകയാണ് RSSന്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അത്രേ. സർ, നിങ്ങൾക്കറിയുമോ പത്മജ എന്ന ഉൽപ്പന്നം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്? എത്ര കാലം നിങ്ങൾ പാടി പഠിപ്പിച്ചു? K. കരുണാകരൻ്റെ വീട്ടിൽ നിന്നൊരാൾക്ക് നിങ്ങൾ ഇന്നും അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ബാക്കിപത്രം. അവൾ ആത്മഹത്യ ചെയ്തില്ല, അവർ നല്ലൊരു തെരഞ്ഞെടുപ്പ് നടത്തി. റിജിൽ മാക്കുറ്റി കൈകാലുകൾ ബന്ധിച്ച ഒരു പശുവിനെ പട്ടാപ്പകന് നമുക്ക് അറക്കാൻ വലിയ ഗീർവാണ പ്രസംഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. AK ആന്റണിയുടെ മകൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിലെത്തിയിട്ടുണ്ടോ? ശശി തരൂര് പോലും നിങ്ങൾ നശിപ്പിക്കാൻ നടക്കുമ്പോൾ ഈ സർക്കാരിൻ്റെയും ഈ പ്രവർത്തനങ്ങളെയും പ്രകീർത്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കുറേ കഥകൾ പറഞ്ഞല്ലോ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾക്കറിയുമോ? അത് ആത്മഹത്യയല്ല സർ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾ ഓർമ്മിക്കുന്നോ? വയനാട്ടിൽ 2 കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ അവർ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ച കുറിപ്പെന്താ നിങ്ങൾക്കറിയോ? പാർട്ടിയുടെ ട്രഷറർ, അയാളുടെ മകൻ വെല്ലുവിളി നേരിടുന്ന, ശാരീരിക വെല്ലുവിളി നേതാർ. ഇങ്ങളാണോ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മാനവികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും? നോക്കൂ, വയനാട് മുള്ളംകൊല്ലി പഞ്ചായത്ത് മെമ്പർ ജോസ് നെല്ലേടം
ഇന്ന് ഈ ഭൂമുഖത്തില്ല. കാരണം അറിയോ? പാർട്ടി ടിക്കറ്റ് കിട്ടാഞ്ഞതല്ല, നിങ്ങൾ വിശ്വസിച്ച നിങ്ങളോടൊപ്പം നിന്നതിൽ. ആന്തൂറിന്റെ ശിവനപ്പൻ ഞാൻ ചോദിക്കും സാർ, CPM-കാരാ 2022 പീച്ചിയിൽ CITU നേതാവ് സജി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചതൊന്ന് വായിക്കുമോ നിങ്ങൾ? ഇന്ന് ഓൺലൈനിലുണ്ട്, കിട്ടും. കട്ടപ്പന CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിന്റെ മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ബഹുമാനപ്പെട്ട മുള്ളങ്ങാശ്ശേരി ബാബു എഴുതി വെച്ചത് ഒരാവർത്തി നിങ്ങൾ എടുത്ത് വായിക്കുമോ? ഞങ്ങളിവിടെ ആരെയും ആ അർത്ഥത്തിലല്ല മാധു പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പാർട്ടിക്ക് ഏറ്റവും യുക്തമായ തെരഞ്ഞെടുപ്പിന് അർഹതപ്പെട്ട ആളുകൾ മുന്നോട്ട് വരും. ഇനി ചിലർ പറഞ്ഞു ഇവിടത്തേക്ക് അയച്ചു അങ്ങോട്ട് പോയി എന്ന്. സർ, ഏത് ശിവസേനയിലാണ് ചേർന്നത് നിങ്ങൾക്കറിയോ? ഉദ്ധവ് ഗ്രൂപ്പാ. അറിയോ? ഉദ്ധവ് ഗ്രൂപ്പ് അതിതീവ്രതയുള്ളതാണെങ്കിൽ ഒന്ന് പിണറായിയോട് വിളിച്ചു പറ, അല്ലെങ്കിൽ ബേബിയോട് വിളിച്ചു പറ, അവരൊന്ന് ഇന്ത്യ മുന്നണി ഒന്ന് മാറ്റി നിർത്താൻ. നിങ്ങളിവിടെ തരാതരം പോലെ പച്ചക്കള്ളം. മാധു, ഇതിനൊക്കെ പുറകിലുള്ള വസ്തുത ഒന്നേ ഉള്ളൂ. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ പലർക്കും അസ്വസ്ഥതയുണ്ട്. അങ്ങേക്ക് രാഷ്ട്രീയ ആരോപണം ഒക്കെ ഉന്നയിക്കാം. ഈ പറയുന്ന നേരത്തെ എണ്ണം പറഞ്ഞ ഈ പട്ടിക പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു ചർച്ചയിൽ അവകാശം ഉണ്ടാകണമെന്ന് വിചാരിച്ചാണ്. ആ പട്ടികയിലേക്ക് ഈ രണ്ടുപേരുടെ പേര് കൂടിയുണ്ട്, അങ്ങത് പറഞ്ഞില്ല. അങ്ങ് നേരത്തെ മറ്റൊരു മാധ്യമത്തിന്റെ, ഓൺലൈൻ മാധ്യമത്തിന്റെ ആ ഒരു ഭാഗം മാത്രം എടുത്ത്, എൻ്റെ കയ്യിലുള്ളതാണ്, കാരണം അത് അങ്ങേക്ക്, അതായത് അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന, ഒരു പരാജയപ്പെട്ടു പോയി താനെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ എൻ്റെ സ്വഭാവം ഒരുപക്ഷെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളതും അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളും പറയുന്ന വളരെ 2-3 സെന്റൻസ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിരോധമാക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങ് അതെടുത്ത് പറഞ്ഞു. താല്പര്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതൊരു പ്രശ്നമാണ്. BJP എത്തി നിൽക്കുന്ന അവസ്ഥയെ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ. ഉള്ള മനുഷ്യന്മാർ മുഴുവനും ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടാണോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ അസൂയപ്പെടേണ്ടത്? അവിടെ ആയിരുന്നെങ്കിൽ ഒന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണോ അസൂയപ്പെടേണ്ടത്? മാധു വളരെ മനോഹരമായി സംസാരിക്കുന്നു. ഞാൻ ഒരു വാചകം പോലും ആ മനുഷ്യൻ്റെ, അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു വാക്ക് പോലും ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വായിച്ചിട്ടില്ല. താങ്കളോട് ഞാൻ ഒന്ന് അഭ്യർത്ഥിച്ചത് എന്താണ്? നിങ്ങളതൊന്ന് പൂർണ്ണമായി വായിക്ക്, അടർത്തിയെടുത്ത് വായിക്കല്ല. എന്നിട്ടും വേണമെങ്കിൽ എൻ്റെ വാദഗതികളെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്കത് ഉദ്ധരിക്കാം മാധു. പക്ഷേ ഞാൻ ആ കുടുംബത്തിൻ്റെ കണ്ണീര്, ഒരുപക്ഷെ ഈ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദനയിൽ അതിനകത്ത് ഉപ്പ് വാരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വായിക്കാത്തത്. മറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്നലെ വരെ നിങ്ങൾക്ക് അവഗണിക്കാനും തള്ളിക്കളയാനുമായിരുന്നു. മത്സരിക്കാൻ ആളുകൾ തയ്യാറാവാത്ത പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആത്മഹത്യകൾ ചർച്ച ചെയ്യാൻ വിമുഖത കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഈ ചർച്ച ഇന്നും ഇന്നലെയും എടുത്ത് ചർച്ച ചെയ്യാനുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇക്കാലം തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തരുത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അതായത് ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ നിരവധി ദിവസങ്ങൾ നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് CPM-ന് അങ്ങനെ ഒരു വാദം ഉണ്ടാകില്ല, ഞങ്ങളെ അനുകൂലിച്ച് കളഞ്ഞു എന്ന് ദുസ്വപ്നത്തിൽ പോലും CPM ആ വിഷയത്തിൽ പറയില്ല. വയനാട്ടിലെ NM വിജയന്റെ വിഷയം 2-3 ദിവസം ചർച്ചയ്ക്കെടുത്തൊരു മാധ്യമപ്രവർത്തകയാണ് ഞാൻ. അത് അല്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ BJP-യിൽ മാത്രം കാര്യങ്ങൾ നടക്കുമ്പോൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് അത് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുകയുമില്ല. ഈ വിഷയങ്ങളൊക്കെ ആത്മധൈര്യത്തോടു കൂടി ചർച്ചയ്ക്കെടുക്കുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്. മാധു, എനിക്ക് സന്തോഷമാണ് ഈ ചർച്ചയിൽ. മാതൃഭൂമി പോലുള്ള ഒരു മാധ്യമം ഇത്തരം ഒരു നിസ്സാര സംഭവം പോലും എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നത് നിങ്ങൾക്ക് നിസ്സാരമാകുന്നത് എങ്ങനെയാണ്? അത് എന്തൊരു ബഹുമാനക്കുറവാണത്. മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നത് നിസ്സാരമായ കാര്യമാണെന്ന് അങ്ങ് പറയുന്നത് ജീവനുള്ള ബഹുമാനക്കുറവാണ്. ഇവർക്ക് മനുഷ്യ ജീവനത്തോട് പുച്ഛാണ്, ഒരു മൃഗത്തിന്റെ ജീവനാണ് ഇവർക്ക് വലുത്. ഒരാൾ ഇവിടെ ഇടയ്ക്ക് കയറി പറയുമ്പോ, സർ, കൈകാലുകൾ കെട്ടിയിട്ട ഒരു മൃഗത്തെ നാട്ടിലെ നിയമം ലംഘിച്ച് ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മാനവികത ഞങ്ങളെ പഠിപ്പിക്കുക. ഏത് മൃഗം? ഈ നാട്ടിലെ ആളുകൾ ഭക്ഷിക്കുന്ന ഞാൻ പലപ്പോഴും നിസ്സാരമാകുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ മരിച്ചതിനെ കുറിച്ചുള്ള ചർച്ച, അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമ്പോൾ
പറയുമ്പോൾ അതൊരു നിസ്സാര വിഷയം എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ മാനവികതയുടെ ഏത് തട്ടിൽ നിന്നുകൊണ്ടാണ്? ഒരു വ്യക്തി ആത്മഹത്യ സമാനമായ വിഷയമാണോ ഈ പറയുന്ന? റിജിൽ ചെയ്തതും നോക്കൂ, അങ്ങ് റിജിൽ ചെയ്തു ഉന്നയിക്കുന്ന ആ വിഷയവും ഒരു മനുഷ്യൻ മരിച്ചു പോയത് സമാനമായ വിഷയമാണോ? ഈ വധത്തിൽ എന്താണ് ബന്ധം? സമാനമായ വിഷയമാണോ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താ? ഇവിടെ മനുഷ്യജീവനാണോ വലുത് അല്ലെങ്കിൽ ഭൂരിപക്ഷ ജീവനാണോ വലുത്? അല്ലല്ല, ഒരു മനുഷ്യന്റെ താങ്കളോട് ചോദിക്കുന്നത്. ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ ഇതേ നിലപാട് ഞാൻ എടുത്താൽ മാക്കുറ്റി മിണ്ടില്ല, ഒരു കുറ്റിയും മിണ്ടില്ല. നിങ്ങൾ എടുക്കുന്ന ഈ നയം ഞാൻ എടുത്താൽ മാന്യമായി സംസാരിക്കണം, മാഷായാലും ഏതാളായാലും. മാധു, എനിക്കെന്റെ പേരുണ്ട്. അല്ല, മാന്യത ഒന്നും പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് വരണ്ട. മാന്യത ഒന്നും ഞാൻ അമാന്യമായിട്ട് ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. എന്റെ ശീലവും പശുവിനെ പശു ഭക്ഷണം കഴിക്കുന്ന പശുവിനെ അറക്കരുത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മൂരിക്കുട്ടി അറക്കരുത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിനകത്ത് പശു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പശുവിനെ അറുത്ത് അതിന്റെ മാംസം കഴിച്ചേക്കുന്ന ആരാ? നിങ്ങളല്ലേ? നിങ്ങളുടെ BJP നേതാവല്ലേ സംഗീത് സോമനല്ലേ? ഈ വിഷയം ഉന്നയിക്കുക, പ്രക്ഷുബ്ധത ഉണ്ടാക്കുക, കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകുക എന്ന് പറയുന്നത് BJPയുടെ പാനലിസ്റ്റുകൾ സ്ഥിരമായി പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. അങ്ങ് എങ്ങനെയാണ് ശ്രീ ഉത്തരം പറഞ്ഞോ? ഞാൻ ഉത്തരം പറയണ്ടേ? അത് അവസാനിപ്പിക്കൂ. എന്നോട് ഞാനല്ലേ ഉത്തരം പറയണ്ടേ? അങ്ങ് പറയൂ എങ്ങനെയാണ് ആ വിഷയം? മാധു പക്ഷം പിടിക്കരുത്. മാധു ഇക്കാര്യത്തിൽ ഒരു കാര്യം, എനിക്ക് തന്ന അവസരത്തിൽ ആരാണ് കയറി സംസാരിച്ചത്? BJP-ക്കാരനാണോ ബഹളം ഉണ്ടാക്കിയത്? വ്യക്തിപരമായ പരാമർശം നിങ്ങൾ എന്നോട് ചോദിച്ചു, എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറി. ഞാൻ അയാളോട് പറഞ്ഞു, അല്ലല്ല മാധു, എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറിയപ്പോൾ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP-ആണോ അലമ്പുണ്ടാക്കിയത്? ഞാനാണോ ബഹളം വെച്ചത്? അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഞാൻ മിണ്ടിയോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങ് വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വ്യക്തിപരമായ പരാമർശം ആദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല, രണ്ടാമത്തെ തവണ മിണ്ടി. സ്വാഭാവികമാണ്. അങ്ങേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യം അദ്ദേഹം പറഞ്ഞില്ല, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ മരിച്ചതും ആ ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പോൾ അത് നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് ഒരു മൃഗത്തെ കൊല്ലാൻ തയ്യാറായ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ കാര്യത്തിൽ വിമർശിക്കാൻ കഴിയുന്നത് എന്ന്, എങ്ങനെയാണ് ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ച വിഷയം നിസ്സാരമാകുന്നത്? അതിന് മാത്രം ആൻസർ ചെയ്യൂ. ഒരു മനുഷ്യൻ മരിച്ച വിഷയം എങ്ങനെയാണ് നിസ്സാരമാകുന്നത്? ഞാൻ തുടക്കം മുതൽ മാധുവിന് ഈ ചർച്ചയിൽ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ആത്മഹത്യയിൽ BJP-ക്ക് എന്താണ് പങ്ക്? അതിന്റെ ഉത്തരം ഞാനും അങ്ങും തമ്മിൽ ഈ പറയുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ ഏറ്റവും അവസാനം അങ്ങയോട് ചോദിച്ച ഡയറക്റ്റായ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിലേക്ക് അങ്ങ് തെന്നി മാറാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു വിഷയം, ഒരാൾ മരിച്ച വിഷയം അങ്ങേക്ക് നിസ്സാരമാകുന്നത്? എങ്ങനെയാണ് നിസ്സാരമാകുന്നത്? നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, ഞങ്ങൾക്കത് അങ്ങനെയല്ല. മാധു വളച്ചൊടിക്കാൻ വിരുദ്ധയാവരുത്. ഞാൻ തുടക്കം മുതൽ ചർച്ചയിൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആത്മത്യാഗത്തിൽ ആ കുടുംബത്തിനെയോ ആ വ്യക്തിയെയോ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല വാദഗതികളും അതിന്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നില്ല. അതിനോട് ഐക്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭിച്ചത്. ഒരുപക്ഷെ ഉത്തരം മുട്ടുന്നത് ആർക്കാണ് എന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ഇപ്പോഴും താങ്കളോട് ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ BJP-യെ കുറ്റപ്പെടുത്താൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഞങ്ങൾക്ക് എവിടെയാണ് ഇക്കാര്യത്തിൽ പങ്കുള്ളത്? അങ്ങ് ഈ ചോദ്യം നേരത്തെ എന്നോട് ചോദിക്കുകയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. ഇത് നോക്കൂ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ആ പരാമർശം ഉള്ളത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത്, അത് എന്തിനെതിരെ? നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട ആളുകളും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച ആളും അവിടെ ഒരു മണ്ണ് മാഫിയ സംഘത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെയോ മത്സരിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് മാധ്യമങ്ങളല്ല.
വാർത്ത കൊടുത്തത് അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പിനെ അധികരിച്ച് മാധ്യമങ്ങളാണ്. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് ആ പരാമർശമെങ്കിൽ ആ ചോദ്യം സ്വാഭാവികമായും BJP ഫേസ് ചെയ്യേണ്ടതാണ്. ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ BJP-കാരനല്ല, മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞ് വീണ്ടും അപമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങ് പറയുകയാണ് ഞങ്ങൾ അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കാൻ തയ്യാറില്ല എന്ന്. ആ മനുഷ്യൻ മരിച്ച വിഷയം മാതൃഭൂമി ചർച്ചയ്ക്കെടുത്ത് എന്തോ കുറഞ്ഞ കാര്യമായി പോയി, നിസാരമായ വിഷയം ചർച്ചയ്ക്കെടുക്കാമോ എന്ന് ചോദിച്ച് വീണ്ടും അപമാനിക്കുകയാണ്. കഴിഞ്ഞോ മാധു? ഞാൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മാധു ഇതേ തരത്തിലുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി വേറെ എന്തോ എന്ന് പറഞ്ഞു. അത് മാതൃഭൂമിയുടെ കണ്ണിൽ വന്നോ ആ പ്രസ്താവന? ഇല്ല, അങ്ങ് പറയൂ. അദ്ദേഹം CPM-ൽ പോയി മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ഉദ്ധവ് താക്കറെയിൽ ഇവിടെ കോൺഗ്രസിൽ പോയി ചേരാൻ മത്സരിച്ചു. ഞങ്ങൾക്ക് എന്താ പങ്ക്? ഈ രാജ്യത്തുള്ള സ്വതന്ത്രമായി മത്സരിക്കുന്നവരൊക്കെ BJP-യോട് സമ്മതം ചോദിച്ചോ, രാഷ്ട്രീയ പാർട്ടിയോട് സമ്മതം ചോദിച്ചോ മത്സരിക്കുന്നവരാണോ? ഇതിൽ സത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടെ എവിടെയാ തർക്കമുള്ളത്? ഞാൻ താങ്കളോട് ഇതുവരെ ഞങ്ങൾ അക്കാര്യത്തെ എതിർത്ത് എന്തെങ്കിലും തരത്തിൽ എന്താണ് BJP-ക്ക് ബന്ധം എന്ന് ഉന്നയിച്ചത് മരിച്ചുപോയ ആനന്ദ് കെ തമ്പിയാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബാക്കി കത്തും കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ബാക്കി കത്ത് എന്ന് അങ്ങ് ആദ്യം തൊട്ട് പറയുന്നത് എന്റെ കൈവശമുണ്ട്. അങ്ങേക്ക് എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസം? ആ കത്തിന്റെ പൂർണ്ണരൂപം ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളത്. ആ കത്തിന്റെ പൂർണ്ണരൂപം വായിച്ച് ഞാനൊരു 20 മിനിറ്റ് കളയുകയാണെങ്കിൽ അതിൽ കുറവ് ചർച്ച ചെയ്താൽ മതിയല്ലോ എന്നുള്ളതാണോ? പ്രേക്ഷകർ കേൾക്കട്ടെ. പ്രേക്ഷകർ കേൾക്കുകയാണ് രാവിലെ മുതൽ. അല്ല, ഞാൻ ഈ 1 മണിക്കൂറിൽ ഇടവേള കഴിഞ്ഞിട്ട് 40 മിനിറ്റ് ഒരു 10 മിനിറ്റ് ആത്മഹത്യാക്കുറിപ്പ് വായിച്ച് എഡ്യൂക്കേറ്റ് ആവശ്യം കേരളത്തിലെ അല്ല രാഷ്ട്രീയ മനുഷ്യർക്കില്ല. അവർക്കറിയാം ഒരു ചാനലിന്റെ എഡിറ്റോറിയൽ ഡിബേറ്റ് കാണാനിരിക്കുന്ന മനുഷ്യർക്ക് എന്താണ് ആ വിഷയം എന്നത് അറിയാം എന്ന ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എവിടെയെങ്കിലും ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ അതേപടി വായിച്ചോ? ഇല്ല. മനുഷ്യരെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ടതൊന്നുമില്ല. ഞാൻ ഒരു വരി പോലും അതിന്റെ കൃത്യമായ വാക്കുകൾ ഉന്നയിച്ച് പറഞ്ഞില്ല. ഞാൻ അതിലെ ചോദ്യങ്ങളെ ഉന്നയിച്ചുള്ളൂ. അങ്ങേക്ക് ഞാനത് മുഴുവനും വായിക്കണമെന്ന വാശി. നേരത്തെ പറഞ്ഞതുപോലെ ആ കുടുംബത്തെ അങ്ങ് കുത്തിനോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുപോലെ ഞാൻ അത് ചെയ്യണം എന്ന കുറുക്കൻ ബുദ്ധിയാണ് ശ്രീ TP ചന്ദ്ര മാസ്റ്റർ. എല്ലാ ബഹുമാനങ്ങളോടും കൂടി. അതെ, സ്വാഭാവികം. നിങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ പറയാതെ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്താ? ഞാൻ കുത്തി നോവിക്കുകയാണ്, ഞാൻ കുടുംബത്തിനെതിരാണ്, ഞാൻ കുത്തി നോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങ് അയച്ചു തന്ന ആ ഭാഗം ഞാൻ വായിക്കണം. ഞാൻ ആ പാപമാനം അങ്ങേക്ക് മാന്യമായി ചർച്ച അവസാനിപ്പിച്ചു പോകണം. ഞാൻ പറയാത്ത എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാധു ഈ ചർച്ച കഴിഞ്ഞിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി കേൾക്കണം. മറ്റുള്ളവർക്കൊക്കെ കുറഞ്ഞ ബുദ്ധിയാണ്, മറ്റുള്ളവർക്കൊക്കെ കുറഞ്ഞ വികാരങ്ങളാണ്, വിചാരങ്ങളാണ്. നിങ്ങൾ മാത്രം എല്ലാം പെർഫെക്റ്റ്, തികഞ്ഞവർ. ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ ഈ ആനന്ദ്, എനിക്ക് ശ്രീ ജയേന്ദ്രമാസ്റ്റർ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹം തന്നെ എനിക്ക് അയച്ചു തന്നൊരു കുറിപ്പിനകത്ത് പറയുന്നത്, കുറച്ചു മുമ്പ് ഒരു മാധ്യമ സ്ഥാപനവുമായി സംസാരിക്കുമ്പോൾ ആനന്ദ് CPM-മായി ചർച്ച നടത്തിയിരുന്നു എന്ന് നിങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ഈ തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥി അജിൽ പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം CPM-മായി ഒരുപക്ഷെ ചർച്ച നടത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങളാണ് അതിന്റെ അത് വെരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ശിവസേനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ CPM-ഉമായും ശിവസേനയുമായും ചർച്ച നടത്തിയപ്പോൾ അവരെന്നെ സ്വീകരിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് അദ്ദേഹം കുറിപ്പിലെഴുതി ഞാൻ കണ്ടില്ല. പകരം സ്വതന്ത്രനായോ മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെച്ചതായി എനിക്ക് മനസ്സിലാകുന്നത്. ശ്രീമതി മാധു ശ്രദ്ധിച്ചായിരുന്നോ? ഈ ചർച്ചയിൽ ഒരു 5 മിനിറ്റാണ് ഞാൻ സംസാരിച്ചത്. കോൺഗ്രസ് പ്രതിനിധിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ ചർച്ച അവസാനിക്കാൻ പോവുകയാണ്. BJP-യുടെ പ്രതിനിധി ഈ ചർച്ചയെ വഴിതിരിച്ചു വിട്ട് പല കോലാഹലങ്ങളിലേക്ക് കൊണ്ടുപോയി വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ അദ്ദേഹം നടത്തിയ തന്ത്രം കേരളത്തിൽ ആർക്കാ ബോധ്യപ്പെടാത്തത്? അദ്ദേഹം വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ BJP-ക്ക് എന്ത് പെശക് പറ്റി എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതിനോട് ആർക്ക് യോജിപ്പില്ല. അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കേവലം വ്യക്തിപ്രശ്നം മാത്രമല്ല, അത് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയുള്ള ഇടപെടാനുള്ള അവരുടെ ആഗ്രഹം കൂടിയാണ്. വിഷയം അതല്ല. ഇവിടെ CPM-ഉമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഉദ്ധവ് താക്കറെയായിട്ടോ ആരുമായിട്ടോ അദ്ദേഹം ചർച്ച ചെയ്തോട്ടെ. ബഹുമാന്യനായ BJP സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എടാ മാർസിസ്റ്റുകാരാന്നൊക്കെ പറ്റുന്നതുകൊണ്ട് വിളിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ മറ്റു പലരും വിളിക്കുന്നത് കേട്ടു, എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രീതി അതായിക്കോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ആക്ഷേപിക്കുന്നത് പോലെ
BJPയിൽ നിന്ന് ഒരു ആൾ മാറിയതിൻ്റെ പേരിലല്ല ആത്മഹത്യ. ആത്മഹത്യ എന്ന് പറയുന്നത് സംഭവിച്ചത് അതല്ല. ആത്മഹത്യ സംഭവിച്ചത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി മറ്റൊരു കക്ഷിയിൽ പോയി മത്സരിക്കാൻ പാടില്ല. ഇത് തന്നെയല്ലേ ശാലിനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടൊരു പെൺകുട്ടി കേരളത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ BJPയിൽ നിന്ന് മാറി മത്സരിക്കാൻ പോകുമ്പോൾ എന്നെ മാനസികമായി അലോസരപ്പെടുത്തുന്നു, സദാചാരബോധത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പം BJPയോ RSSോ നിങ്ങളുടെ 10-60 സംഘപരിവാർ സംഘടനകളിൽ നിന്നോ ആര് മാറിയാലും അവർക്ക് ജീവനിൽ രക്ഷയില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കോട്ടയത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? RSS എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു ഗൂഢസംഘമാണ്. അതിൽ തെരഞ്ഞെടുപ്പില്ല, അതിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അത് വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാൻ പരിശ്രമിക്കുകയാണ്, മിലിറ്ററിയെ ഹിന്ദുത്വവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ RSS എന്ന സംഘടന ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് RSS എന്ന സംഘടന. ആ സംഘടനയ്ക്കകത്ത് സ്വവർഗ ലൈംഗിക പീഡനത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് കോട്ടയത്ത് ആനന്ദ് സജു ആത്മഹത്യ ചെയ്തത്. അതിന് നിങ്ങൾ എന്ത് ഉദാഹരണമാണ് പറയാൻ പോകുന്നത്? എന്ത് പെശകാണ് RSS ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കുമോ? അത് RSSന്റെ സർവ്വവ്യാപകമായ നയമാണെന്നൊന്നും ഞാൻ ആക്ഷേപിക്കില്ല RSSനെ. പക്ഷേ അതിനകത്ത് അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതും അതിൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ വളരെ ദേശസ്നേഹത്തിൻ്റെയൊക്കെ കഥകൾ പഠിപ്പിക്കലാണ് അവിടെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം ഡിഫൻസിന് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. സ്വയം ഡിഫൻസ് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു ത്വര കൂടി അതിനകത്തുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച് നിങ്ങളും നല്ലൊരു മാധ്യമങ്ങളും അത് സന്ദീപാനന്ദഗിരിയിലും ഇടതുപക്ഷക്കാരിലും കൊണ്ടുവെക്കാൻ വലിയ പരിശ്രമം നടത്തി. അവസാനം അതിൽ 4 RSSകാരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിൽ ഭയപ്പെട്ട് ഒരു പ്രകാശൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ പ്രകാശൻ്റെ സഹോദരൻ പ്രശാന്ത് കേരളത്തോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ കേസിൽ അകപ്പെടുകയും എൻ്റെ സഹോദരൻ്റെ കുറ്റസമ്മതം ഉണ്ട് അതിനകത്ത്. അയാളെ നിർബന്ധിച്ച് അത്തരം ഒരു സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞാൽ മാർക്സിസം പ്രചരിപ്പിക്കുന്ന ആളല്ല, ഗാന്ധിസം പ്രചരിപ്പിക്കുന്ന ആളല്ല. അദ്ദേഹം ഭാരതീയ തത്വചിന്ത അവഗാഢമായി പഠിച്ച് അദ്ദേഹത്തിൻ്റെതായി ശൈലിയിൽ പ്രചരിപ്പിക്കുന്ന ആളാണ്. പക്ഷേ അതിൽ ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ചാൻസ് ഇല്ല. നേരെ മറിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ മനോഹരമായിട്ട് കേരളത്തെ 10-25 കൊല്ലമായിട്ട് അദ്ദേഹം ദൂരദർശൻ വരെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. യെസ് മാധു ചോദിച്ചോ? അല്ല, ഞാൻ പറഞ്ഞത് അതിലേക്ക് വിശദീകരിച്ച് പോവേണ്ടതില്ല എന്നാണ്. ഇല്ല, അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതിലേക്ക് വരികയല്ല. ഞാൻ പറഞ്ഞത് അതല്ല വിഷയം. അതുപോലെ തന്നെ ഇവര് പിന്നെ മൃഗത്തെ കെട്ടിയിട്ട് കൊന്നതിന്റെ കഥ പറയുകയാണ്. ഇന്ന് ചർച്ചയായ മറ്റൊരു വിഷയമാണ് ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഖ്ലാഖ്. ആ കേസ് അദ്ദേഹത്തെ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞ്, പശുവിറച്ചി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ വെട്ടിക്കൊന്ന കഥയുണ്ട്. ഒരു പശുവിറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ ഇനി പശുവിറച്ചി അല്ലെന്ന് അത് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. അത് മാട്ടിറച്ചി ആടിറച്ചിയാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അതെ, ആ വിഷയവും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ മൃഗത്തെ കെട്ടിയിട്ട് കൊന്നതിന്റെ ഒരു കഥ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഓർത്തുപോയതാ. അങ്ങനെ ഓർക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം മാധു. ഞാനൊന്ന് റിജിലേക്ക് പോട്ടെ. റിജിൽ, അതായത് പെട്ടെന്ന് ഞാൻ പറയാം, BJPയുടെ ആദ്യകാലത്ത് കേരളത്തിലെ റിജിൽ, ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ പരിഗണിച്ചതാണ്. പക്ഷേ സമയക്കുറവുകൊണ്ട് കഴിഞ്ഞില്ല. ഈ BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് മറ്റാരേക്കും പഴി ചുമത്തുന്നില്ല എന്ന് പറയുമ്പോഴും പക്ഷെ അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് എന്നതുകൂടി വ്യക്തമാക്കപ്പെടുകയാണ്. ഈ SIRമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം വലിയ തോതിൽ ഉണ്ടാകുന്നതിന്റെ ഒരു ഇരയുണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ SIRമായി ബന്ധപ്പെട്ട് വിഷയത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി വലിയ രൂപത്തിലുള്ള അവരുടെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഇവിടെ പറയാതിരിക്കാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ രൂപത്തിലുള്ള സമ്മർദ്ദം ആ ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പുറത്തു വരും. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഞാനത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അത് വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ ഈ രൂപത്തിലേക്ക് സ്വാധീന ശക്തികളുടെ മേഖലകളിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്നുള്ളത്
വസ്തുതയാണ്. ഒന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത്, ഈ പറയുന്ന വിഷയത്തിനകത്ത് ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ, BJP വക്താവ്. ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ആത്മഹത്യ ചെയ്ത ആൾക്കെതിരായി അവർക്ക് മാനസിക രോഗമാണ്, മാനസിക വിഭ്രാന്തിയാണെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. ഈ പ്രതിനിധി പോലും അപമാനിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഒരു മൃഗത്തിന്റെ ഒരു ജീവനാണ് ഈ പിന്നെ മനുഷ്യനെക്കാളും വലുതെന്ന് പറയുന്ന ഇവരുടെ സംസ്കാരമാണ്. കാരണം മൃഗത്തിന്റെ ജീവൻ പശുവായാലും ആടായാലും കോഴിയായാലും നമ്മളൊക്കെ ഭക്ഷിക്കുന്നവരാണ്. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആളാണ്. അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ എനിക്കെതിരായി നിരന്തരം BJP വക്താക്കന്മാർ ഇത് പറയുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യത്തിന് അവർ ഉത്തരം പറയാറില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ആരാണ്? അത് സംഘപരിവാറാണ്. അതിന്റെ നേതാവാണ് സംഗീത് സോമനാണ്. അതാണ് ഈ പണി നിർത്തിയിട്ടില്ലല്ലോ. നാട്ടിൽ അഖ്ലാഖ് ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഖ്ലാഖ് ഉൾപ്പെടെയുള്ള മനുഷ്യന്മാർ ഭക്ഷണത്തിന് വേണ്ടി ബീഫ് വെച്ചപ്പോൾ അവരെ തല്ലിക്കൊല്ലുന്നു, ജുനൈദ് ഖാനെ തല്ലിക്കൊല്ലുന്നു. ഇതുപോലെ നിരപരാധികളെ അതിന്റെ പേരിൽ തല്ലിക്കൊല്ലുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധമാണ് അത്. ശരി, അവസാനിക്കുകയാണ്. അതൊരു ഈ പറയുന്നത് പോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമായിരുന്നില്ല. ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യൻ തല്ലിക്കൊല്ലപ്പെടുന്നതിനെതിരായ പ്രതിഷേധമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഈ ആത്മഹത്യ. BJPയുടെ എല്ലാ അടവുകളും പരാജയപ്പെട്ടുകൊണ്ട് BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാവുന്ന. ഞാൻ ഇടപെടുകയാണ്. മാഷ് വീണ്ടും ഒരു അവസരം ചോദിക്കുന്നുണ്ടായിരുന്നു, നിവൃത്തിയില്ല. അങ്ങാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് അതിന്റെ പേരിൽ പ്രതിഷേധവുമുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.